ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മറ്റ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റായിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് B.Ed പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2024 B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. കാലിക്കറ്റ് സർവകലാശാല 2024 അധ്യയന വർഷത്തേക്കുള്ള B.Ed കൊമേഴ്സ് ഒഴികെയുള്ള B.Ed വിഷയങ്ങൾക്കാണ് ഈ ഒരു അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഹിയറിംഗ് ആൻഡ് ഇമ്പയർമെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതായത് ഡിസബിലിറ്റി ഉള്ളവർക്കുമുള്ള B.Ed പ്രവേശനം, അതിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 15 അപ്പോൾ ഇന്ന് ജൂൺ 1 ജൂൺ 15 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറിക്കും വിവിധ ഫീസുകളാണ്. SC/ST കാറ്റഗറിക്ക് 225 രൂപയും മറ്റുള്ളവർക്ക് 720 രൂപയുമാണ് വരുന്നത്. അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിർബന്ധമായും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ വെക്കണം, സൂക്ഷിക്കണം. പ്രിൻ്റ് ഔട്ട് സർവകലാശാലയിലേക്കോ കോളേജുകളിലേക്കോ അയക്കേണ്ടതില്ല. എന്നാൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ കാലിക്കറ്റ് സർവകലാശാലയുടെ 2024 B.Ed ഓൺലൈൻ അപേക്ഷ പ്രിൻ്റ് ഔട്ട്, അതുപോലെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സ്പോർട്സ് പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്പോർട്സ് കോട്ട ആഗ്രഹിക്കുന്നവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്, അപേക്ഷയുടെ പകർപ്പും അതുപോലെ യോഗ്യതാ സർട്ടിഫിക്കറ്റിനുള്ള പകർപ്പും എന്നിവയെല്ലാം ഈ തിരുവനന്തപുരം തന്നിട്ടുള്ള വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ ഭിന്നശേഷി, കമ്മ്യൂണിറ്റി, സ്പോർട്സ്, ഡിഫൻസ് ടീച്ചേഴ്സ് എന്നീ വിഭാഗക്കാരുടെ പ്രവേശനത്തിന് ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഉണ്ടാകില്ല. അവർക്കൊന്നും അലോട്ട്മെൻറ്റ് ഉണ്ടാകില്ല. പ്രസ്തുത വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിൽ നൽകുന്നതും കോളേജ് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രവേശനം നടത്തുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭിന്നശേഷി, കമ്മ്യൂണിറ്റി, സ്പോർട്സ്, അതുപോലെ ഡിഫൻസ്, ടീച്ചേഴ്സ് വിഭാഗത്തിലുള്ളവരുടെയെല്ലാം റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിൽ നിന്നും പ്രവേശനം നടത്തുന്നതായിരിക്കും. അവിടെയായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും, എല്ലാ കാറ്റഗറിയിലുള്ളവരും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എല്ലാ കാറ്റഗറി എന്ന് പറയുമ്പോൾ ജനറൽ, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ്, ഭിന്നശേഷി, അതുപോലെ വിവിധ സംവരണം ഉള്ള അങ്ങനെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ളവർ കോളേജുകളിൽ എന്ത് ചെയ്യണം? ഈ രജിസ്ട്രേഷന് പുറമെ അപേക്ഷ സമർപ്പിക്കുകയും വേണം. മാനേജ്മെൻറ്റ് കോട്ടയ്ക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും വേണം. അതുപോലെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട B.Ed പ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.admission.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ 049424070117, അതുപോലെ 26606000 എന്ന് പറയുന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.